ഹലോ! അങ്ങനെ ഒരിക്കൽ കൂടി നമ്മൾ ഒരു ഹോട്ടൽ സ്റ്റേക്ക് പോവാണ് ട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇനി വീഡിയോസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് ദുബായിലെ കിസൈസ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ട്ടോ. ഈ റോഡും സിഗ്നലും പൂക്കളും ഒക്കെ നിങ്ങൾക്കായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് എന്തിനാണെന്നോ, ഇതൊക്കെ കാണിച്ചു തരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളിവിടെ സേഫ് ആണെന്ന് ചോദിച്ച എല്ലാവർക്കും താങ്ക് യു. ഇതിനും നമ്മളോട് നല്ല സ്നേഹം ഉണ്ടെന്ന് എനിക്ക് നിങ്ങൾ ചോദിച്ചതിന് നല്ല മനസ്സിലായി. എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. നമ്മുടെ വീഡിയോ തുടർന്ന് കാണണം. ഇന്ന് പതിവില്ലാതെ നല്ല മഴയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മഴയത്ത് ഇങ്ങനെ പോകാനും നല്ല രസമാണ് കേട്ടോ. ഹോട്ടൽ സ്റ്റേക്ക് എന്താ എപ്പോഴും ഇങ്ങനെ പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഇത് ഒരു ക്രൈസിസിന്റെ കാലഘട്ടമാണ്, യുദ്ധമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടൂറിസ്റ്റ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ഹോട്ടൽസ് ഒക്കെ ഇങ്ങനെ നമുക്ക് റീസണബിൾ പ്രൈസിന് ഇങ്ങനെ സ്റ്റേ കിട്ടും. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്കായ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഈ സമയങ്ങളൊക്കെ നമുക്ക് ഹോട്ടൽ സ്റ്റേക്കൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റും. മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഇപ്പൊ അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് മറ്റു സ്ഥലങ്ങളിലൊന്നും നമുക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ നമ്മൾ ആശ്രയിക്കാറുണ്ട്. നാട്ടിലാണെങ്കിൽ നമുക്ക് കുറെ കൂടി ഓപ്ഷൻ ഉണ്ടല്ലോ. നമുക്ക് കല്യാണത്തിന് പോവാം, നമ്മുടെ ഉത്സവങ്ങൾ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണാനായിട്ട് പോകാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റും. ഇതിപ്പോ ഒന്നും പറ്റാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഹോട്ടൽ സ്റ്റേക്ക് പോണത്. നമ്മളിങ്ങനെ ഒരു 7 ഫാമിലി ആയിട്ടാണ് കേട്ടോ ഹോട്ടൽ സ്റ്റേക്ക് പോണത്. അങ്ങനെ നമ്മൾ റൂമിന്റെ ഉള്ളിലേക്ക് കടക്കാണ് കേട്ടോ. ഇത് ഒരു 4 സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്ര തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ കേട്ടോ. ചെറിയ റൂമാണ്, എന്നാലും ക്ലീൻ റൂമാണ് കേട്ടോ. TV, ചെറിയ കോഫി ടേബിള്, ഫ്രിഡ്ജ്, കബേർഡ്, പിന്നെ അതുപോലെ അയൺ ടേബിൾ, ലോക്കർ സിസ്റ്റം, നമുക്ക് പിന്നെ നല്ല കബേർഡ്, ഇതെല്ലാം ഈ റൂമിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. എന്നാലും നമുക്കിങ്ങനെ 7 ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാനും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഹോട്ടലൊക്കെ സ്റ്റേ ചെയ്യണത്. ഞങ്ങൾ 3 പേർക്ക് ഇതൊക്കെ വളരെ കൂടുതലാണ് കേട്ടോ. എന്നാലും എല്ലാവരുടെ കൂടെ ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഇവിടെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അത്ര അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മളൊന്ന് ഫ്രഷ് ആവാനോ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവാനോ ഒക്കെ ഇത് നല്ലൊരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. മാഷേരിയിലേക്ക് പോകുന്നതിന് മുന്നേ വലിയൊരു ലോങ് മിറർ ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ബാത്റൂമിന് തന്നെ നല്ല ചെറിയ റൂമാണെങ്കിലും നല്ല സെറ്റപ്പൊക്കെയാണ് കേട്ടോ. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ബാൽക്കണി ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂ ഭയങ്കര കുറവാണ്. നമ്മുടെ ബാൽക്കണിയും കണ്ടു. ഇനി നമ്മുടെ സ്വിമ്മിംഗ് പൂളാണ്. നമുക്ക് ഈ 4 സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളും നമുക്ക് ജിമ്മും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇവിടെ. ഇത് നമ്മൾ ലോബിയാണ്. ലോബി കഴിഞ്ഞ് നമുക്ക് ഫുഡ് ഏരിയ ആണ്. കുറച്ച് ഭക്ഷണങ്ങളാണ് ഉണ്ടായിരുന്നത്, എന്നാലും നല്ല ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ ഈ ഒരു ദിവസം എന്ന് പറയുകയാണെന്ന് വെച്ചാൽ. ഒറ്റ നൈറ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ വരുന്നത് ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ഈ 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കാനൊക്കെ ആയിട്ട് പറ്റി. എന്തായാലും ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു, ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൂടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ പിരിയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.